ഫ്രണ്ട്സ്, ഈ ക്രിസ്മസിന് എന്റെ കൂട്ടുകാരി നമിത എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ വളരെ രസകരമായ കാര്യങ്ങളുണ്ടാവും. എന്നെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എന്നോടൊപ്പം ഈ യാത്രയിൽ ചേരാം. എനിക്ക് പോകുവാനുള്ള അനുവാദം അമ്മ തന്നിട്ടുണ്ട്. പക്ഷേ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ മറക്കരുതെന്നും അമ്മ പറഞ്ഞു. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ക്രിസ്മസ് പാർട്ടികൾ പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ക്രിസ്മസ് എന്താണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ നീ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ലീഡേഴ്സിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ക്ലാസ് കേൾക്കുന്ന ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹായ് എക്സ. ഹലോ ഫ്രണ്ട്സ്, എന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാമോ, എനിക്ക് നിങ്ങളെ ഒരു പ്രത്യേക കാര്യം കാണിക്കാനുണ്ട്. വാ, ഒരു ബോക്സ്. ഇതൊക്കെ എന്തായിരിക്കും? നമുക്ക് എന്താണെന്ന് നോക്കിയാലോ? ഹലോ ഡിയർ ഫ്രണ്ട്സ്, നീ ആരാണ്? ഞാൻ ട്വിങ്കിൾ, ക്രിസ്മസ് സ്റ്റാർ. എല്ലാ വർഷവും ക്രിസ്മസിന് നമിതയുടെ കുടുംബം എന്നെ വീട്ടിൽ ഉയരത്തിൽ തൂക്കിയിടുന്നു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് എല്ലാ ക്രിസ്മസ് ആഘോഷങ്ങളും കാണാനാവും. എന്നാൽ ഇന്ന് നിങ്ങളെ രണ്ടുപേരെയും ഒരു പ്രത്യേക സാഹസിക യാത്രയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ ട്വിങ്കിൾ, വരൂ കൂട്ടുകാരെ, നമ്മൾ ട്വിങ്കിളിനോടൊപ്പം പോയാലോ? നമിത, ഈ ലൈറ്റുകളും നക്ഷത്രങ്ങളെല്ലാം നോക്കൂ. നമ്മളൊരു സ്പേസ് റോക്കറ്റിലാണോ, അതൊരു ക്രിസ്മസ് പാർട്ടിയിലാണോ? ഒരു സ്പേസിൽ നടക്കുന്ന ക്രിസ്മസ് പാർട്ടി പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ ക്രിസ്മസ് പാർട്ടിയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ക്ഷണിക്കാം. ഹലോ പ്രിയ കൂട്ടുകാരെ, ഞങ്ങളുടെ ക്രിസ്മസ് സാഹസിക യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു യാത്ര പോകുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ നിറഞ്ഞൊരു യാത്രയിൽ ഒരു വലിയ കാര്യം സംഭവിച്ചു. അതെന്താണെന്ന് നോക്കാം. നക്ഷത്രങ്ങൾ പ്രകാശിക്കുക മാത്രമല്ല, ബഹിരാകാശത്ത് പലതരത്തിലുള്ള സംഗീത ഉപകരണങ്ങൾ ഒന്നിച്ചു വായിക്കുന്നത് പോലെ വ്യത്യസ്ത ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. വാവ്, അതൊരു അത്ഭുതകരമായ വസ്തുതയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഒരുമിച്ച് പ്രപഞ്ച സൃഷ്ടാവിന് ഒരു സിംഫണി സൃഷ്ടിക്കാൻ കഴിയുമോ? നമുക്ക് നമ്മുടെ മനോഹരമായ ഗാനം കേൾക്കാൻ സമയമായി. ഹലോ കൂട്ടുകാരെ, നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ സങ്കടം അല്ലെങ്കിൽ പ്രയാസമൊക്കെ വരുമ്പം നമുക്ക് ഉള്ളിൽ ഇരുട്ട് വന്നതുപോലെ തോന്നാറുണ്ടല്ലേ? ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോഴായിരിക്കാം, ചിലപ്പോൾ നമുക്ക് മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടാത്തപ്പോഴായിരിക്കാം. അപ്പൊ നമുക്ക് സങ്കടം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഇരുട്ട് വന്നതുപോലെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ ഒരു ഇരുട്ടുണ്ട്. അത് എങ്ങനെ മാറ്റാമെന്നും അല്ലെങ്കിൽ ആ ഇരുട്ട് മാറ്റി എങ്ങനെ പ്രകാശമാക്കി തീർക്കാമെന്നുമാണ് ഇന്നത്തെ നമ്മൾ പാട്ടിനകത്തൂടെ കേൾക്കാൻ വേണ്ടി പോകുന്നത്. താരകങ്ങൾ മിന്നുന്ന ഒരു യാത്രയിലാണ് നമ്മുടെ രക്ഷകനായ യേശു ജനിച്ചത്. യേശു എന്തിനാ ഭൂമിയിൽ വന്നത്? നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ യേശു കർത്താവ് ഭൂമിയിൽ വന്നത് നമുക്ക് പുതുജീവൻ തരാൻ വേണ്ടി, സന്തോഷം തരാൻ വേണ്ടി. ഈ യേശു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കാം, ഈ പുതുജീവൻ കിട്ടിയതിന് നിങ്ങൾ എപ്പോഴും കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ഇല്ല എങ്കിൽ നിങ്ങൾ ഓർക്കണം, ഈ പുതുജീവൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആര് വരണം? യേശു കർത്താവ് വരണം. അത് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഈ ഗാനം വളരെ മനോഹരമായിരുന്നു അല്ലേ എക്സ? അതെ നമിത, നല്ല പാട്ടായിരുന്നു ഇത്. നിങ്ങൾക്കറിയാമോ, ചില നക്ഷത്രങ്ങൾ വളരെ വലുതാണ്. അവയ്ക്കുള്ളിൽ 1 ദശലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിയും. ചില നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം നമ്മിലെത്താൻ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുക്കും. ഓ, അത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കടങ്കഥ പറയാം. ഉത്തരം പറയാമോ? ഞാൻ ജ്വാലയില്ലാതെ പ്രകാശിക്കുന്നു. നിങ്ങൾക്ക് എന്നെ ഒരു പാത്രത്തിൽ സൂക്ഷിക്കാൻ കഴിയില്ല. ഇരുട്ടിൽ ഞാൻ നിങ്ങൾക്ക് വെളിച്ചം തന്ന് മുന്നോട്ട് നയിക്കുന്നു. ഞാനൊരു നക്ഷത്രമല്ല, പക്ഷെ ഞാൻ ആരാണ്? ഞാനൊരു നക്ഷത്രമല്ല, മറ്റെന്താണ്? അത് സൂര്യനോ ചന്ദ്രനോ? കൂട്ടുകാർ ആലോചിച്ച് നോക്കൂ. ഉത്തരം ഞാൻ പിന്നീട് അറിയിക്കാം.
ഇപ്പോൾ ദൈവവചനത്തിനുള്ളൊരു സന്ദേശം എല്ലാ ടീച്ചർ നമ്മോട് പങ്കുവയ്ക്കും. ശ്രദ്ധിച്ചു കേൾക്കണേ. കടങ്കഥയുടെ ഉത്തരം നൽകാൻ ചിലപ്പോൾ അത് നമ്മളെ സഹായിച്ചേക്കാം. കൂട്ടുകാരെ, ആകാശത്ത് നമുക്ക് എണ്ണാവുന്നതിലും അധികം നക്ഷത്രങ്ങൾ ഉണ്ട് അല്ലേ? നക്ഷത്രങ്ങൾ നമ്മെ എന്തിനൊക്കെ സഹായിക്കുമെന്ന് കൂട്ടുകാർക്കൊന്ന് പറയാമോ? എന്തിനൊക്കെയാണ്? അതെ, ശരിയാണ്. വഴി കാട്ടാൻ, കാലവും സീസണും തിരിച്ചറിയാൻ, കലണ്ടർ തയ്യാറാക്കാൻ, ഇതിനെല്ലാം നക്ഷത്രങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ മനപ്പാഠവാക്യത്തിൽ നാം കാണുവാൻ പോകുന്നത്. ഒരു പ്രത്യേക നക്ഷത്രം കണ്ടപ്പോൾ ചിലർക്ക് വലിയ സന്തോഷമുണ്ടായി. നമുക്ക് മനപ്പാഠവാക്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ മനപ്പാഠം തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങളാണ്. ഈ വാക്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണ്. ബൈബിളിനെ നമുക്ക് രണ്ടായി തിരിക്കാം, പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. പുതിയ നിയമത്തിലെ 1-ാമത്തെ പുസ്തകമായ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് ഈ വാക്യം തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങൾ. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. ഒരു തവണ കൊണ്ട് നമുക്ക് ഈ വാക്യം വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങൾ. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. വാക്യം കേട്ടല്ലോ. ഈ വാക്യത്തെ നമുക്ക് ശരിക്കും ഒന്ന് പഠിക്കാം. ഈ വാക്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ അവർ നക്ഷത്രത്തെ കണ്ടപ്പോൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ? ഇവിടെ അവർ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ രാജാവിനെ കാണുവാൻ കിഴക്ക് നിന്ന് യെരുശലേമിലേക്ക് യാത്ര തിരിച്ച ചില ജ്ഞാനികളെ പറ്റിയിട്ടാണ് പറയുന്നത്. നോക്കൂ, അവർക്ക് വഴികാട്ടിയായത് ആകാശത്തിലെ ഒരു നക്ഷത്രമാണ്. ആ നക്ഷത്രത്തെ കണ്ടപ്പോൾ അവർ അത്യന്തം സന്തോഷിക്കുകയാണ് ചെയ്തത്. നോക്കൂ കൂട്ടുകാരെ, എന്ത് സന്തോഷമായിരിക്കും അവർക്ക് ഉണ്ടായിരുന്നത് അല്ലേ? നക്ഷത്രം അവരെ വഴികാട്ടുകയാണ് ചെയ്തത്. അത് കണ്ടപ്പോൾ അവർ അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ആ നക്ഷത്രത്തെ പിന്തുടർന്ന് അവർ ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കാണുകയും വീണ് നമസ്കരിക്കുകയും ചെയ്തു. അവർക്ക് അവരുടെ മനസ്സ് നിറയുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, ദൈവം വാഗ്ദാനം ചെയ്ത മശിഹ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവനെ വീണ് നമസ്കരിക്കുകയും ചെയ്തു. എന്ത് സന്തോഷകരമായ നിമിഷമാണ് അല്ലേ കൂട്ടുകാരെ? പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഇതുവരെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് അതിനുള്ള നിമിഷമാണ്. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിന് വളരെയധികം പ്രിയപ്പെട്ടവരാണ്. കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദൈവം ഈ ഭൂമിയിലേക്ക് യേശു കർത്താവിനെ അയച്ചത്. നമ്മെയും നമ്മളെ എല്ലാവരെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട്. അതെ, ഈ നിമിഷം ഈ ക്രിസ്മസ് കാലവും നാം യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മകൾ അല്ലെങ്കിൽ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ നാം യോഗ്യരായി തീരും. എന്നാൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടിയാണ് അടുത്തത്. നിങ്ങൾക്കും ഓരോ ഉത്തരവാദിത്വം കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് യേശു കർത്താവിന്റെ സ്നേഹവും സന്തോഷവും പകർന്നു തരുവാനായിട്ടാണ് നാം ഓരോരുത്തരും തയ്യാറാകേണ്ടത്. പ്രിയ കൂട്ടുകാരെ, ഇനി ഒരു ഗെയിമിലൂടെ ഈ വാക്യം പഠിച്ചാലോ? നക്ഷത്രം ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും എഴുന്നേറ്റ് നിന്ന് എന്നോടൊപ്പം ഈ വാക്യം പറയണം. റെഡിയാണല്ലോ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങൾ. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അവർ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. ക്രിസ്മസ് ട്രീ ഇഷ്ടമുള്ളവർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇനി പറയാമല്ലോ വാക്യം. റെഡിയാണല്ലോ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങൾ. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണവനെ നമസ്കരിച്ചു. ക്രിസ്മസ് കേക്ക് ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് എഴുന്നേൽക്കാമോ? നമുക്ക് ഏവർക്കും കൂടെ ചേർന്ന് ഇനി 3-ാമത് ഈ വാക്യം പറയാം.
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണവനെ നമസ്കരിച്ചു. ഓ, ഇപ്പോൾ മനസ്സിലായി ക്രിസ്മസ് ബേത്ലഹേമിലെ നക്ഷത്രവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. പക്ഷേ കടങ്കഥയുടെ ഉത്തരം എന്താണെന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കുകയാണ്. നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാം. ആളുകൾ ദിശകൾ അറിയാൻ നക്ഷത്രങ്ങളെ നോക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതിനെ നക്ഷത്ര നാവിഗേഷൻ എന്ന് വിളിക്കുന്നു. നക്ഷത്രങ്ങളോ ദിക്കുകൾ അറിയാനോ? അതെ, ഇപ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ കണ്ടെത്താനുള്ള യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇനി നമുക്കൊരു കഥ പറയാൻ ബിന്ദു ടീച്ചർ വന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണേ. കൂട്ടുകാരെ, നിങ്ങൾ രാത്രി പുറത്തിറങ്ങി ആകാശ നക്ഷത്രങ്ങളെ നോക്കാറുണ്ടോ? എണ്ണി നോക്കിയിട്ടുണ്ടോ? നല്ല രസമാണല്ലേ അത്. ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ കഥയുണ്ട്. ഇന്ന് നമ്മുടെ ഒരു കുട്ടിയുണ്ട്, മൈക്കിൾ എന്നാണ് അവൻ്റെ പേര്. അവനും രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഒറ്റയ്ക്കല്ല നോക്കുന്നത്, അവൻ്റെ മുത്തശ്ശിയും അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഡോഗായിട്ടുള്ള ലൂണയും അവർ ഒരുമിച്ച് മുറ്റത്തിറങ്ങി ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കുമായിരുന്നു. എല്ലാ ദിവസവും നോക്കും. കാരണം മൈക്കിളിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യം. കൂടുതൽ നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അവൻ്റെ മുത്തശ്ശിയായിരുന്നു. ഓരോ പ്രാവശ്യവും മുത്തശ്ശി ഓരോ നക്ഷത്രങ്ങളെ കുറിച്ച് കഥ പറയുമ്പോൾ അവൻ അതിശയമാണ്. എങ്ങനെ ഈ മുത്തശ്ശി ഇത്രയും കാര്യങ്ങൾക്ക് പഠിച്ചു? അവൻ മുത്തശ്ശിയോട് ചോദിക്കും. മുത്തശ്ശി പറയുന്നത് എന്താ അറിയാമോ? മോനെ, പണ്ട് ഞാൻ നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. എൻ്റെ കയ്യിൽ ഒരു ടെലസ്കോപ്പ് ഉണ്ട്, അതുപയോഗിച്ചായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. ആ ടെലസ്കോപ്പ് ഞാൻ ഇപ്പം മോന് തരുവാണ്. അത് മൈക്കിളിന് കൊടുത്തു മുത്തശ്ശി. മൈക്കിളിന് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇനി ഇത് വെച്ചായിരിക്കും നക്ഷത്രങ്ങളെ നോക്കുന്നത്. മുത്തശ്ശി, അത് മാത്രമല്ല, ഞാനും മുത്തശ്ശിയെ പോലെ ഒരു വാന നിരീക്ഷകനാവാനാണ് ആഗ്രഹിക്കുന്നത്. കൂട്ടുകാരെ, വാന നിരീക്ഷകൻ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരെ എന്താ പറയുന്നത്? ആസ്ട്രോനട്സ് അല്ലേ? നിങ്ങളിൽ ചിലർക്കും അതാവാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. മൈക്കിളിന് അതായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് മുത്തശ്ശി കൊടുത്ത കുറേ ബുക്കുകളും നക്ഷത്രങ്ങളെ കുറിച്ചുള്ളയും ആകാശമണ്ഡലത്തെ കുറിച്ചുള്ള ബുക്കുകളെ കുറിച്ച് കൂടുതൽ മൈക്കിൾ വായിക്കുമായിരുന്നു. അതായിരുന്നു അവന്റെ ആഗ്രഹം. ദിവസങ്ങൾ കടന്നുപോയി. അവൻ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരെല്ലാം മറ്റുള്ള ഗെയിമിൽ ഏർപ്പെടുമ്പോൾ മൈക്കിൾ മാത്രം ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും. കൂട്ടുകാരെല്ലാം കളിയാക്കും മൈക്കിളിനെ. എടാ ഓടിവാ, അതാ ഒരു ബുദ്ധിജീവി ഇരിക്കുന്നു. വേറെ ചിലർ പറയും, അയ്യോ അവൻ ബുദ്ധിജീവിയല്ല, അവനെ ഏലിയനാണ്, അന്യഗ്രഹ ജീവിയാണ്. കുറച്ച് കഴിയുമ്പോൾ അവന്റെ മുക്ക് നീളും, കുറച്ച് കഴിയുമ്പോൾ അവന്റെ ചെവി നീളും, പിന്നെ മുടി പോവും എന്ന് പറഞ്ഞിട്ട് ഹാ നോക്ക്, എല്ലാരും വാ ഇവനെ നോക്ക് എന്ന് പറഞ്ഞിട്ട് മൈക്കിളിനെ കളിയാക്കുമായിരുന്നു. പാവം മൈക്കിളിന് ഭയങ്കര സങ്കടമാവും. കൂട്ടുകാരെ, മറ്റുള്ളവരെ കളിയാക്കുന്നത് നല്ല സ്വഭാവമാണോ? അല്ല അല്ലേ? ഇത് ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാതെ നമ്മള് പറയുന്നത്, ചെയ്യുന്നത്, ചിന്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം പാപം എന്നാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരെ കളിയാക്കുന്നത് മാത്രമല്ല പാപം, മാതാപിതാക്കളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, പിന്നെ ചീത്തയായ വീഡിയോകൾ ഫോണിൽ കാണുന്നത്, പിന്നെ എന്താ അറിയോ, മറ്റുള്ളവരോട് വഴക്കിടുന്നത്, ഇതെല്ലാം പാപമാണ്. ഇങ്ങനെ ആരൊക്കെയാ പാപം ചെയ്തിരിക്കുന്നത്? ബൈബിളില് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപം ചെയ്തു. ഞാനും നിങ്ങളും ഈ ലോകത്തുള്ള എല്ലാവരും പാപം ചെയ്തു. ഇങ്ങനെ പാപം ചെയ്ത് നമ്മളിൽ പാപ സ്വഭാവമുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ പാപം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് അകന്നു പോകും. കാരണം ദൈവം പരിശുദ്ധനാണ്. പാപമുള്ളവരുടെ അടുത്തേക്ക് ദൈവത്തിന് വരാൻ കഴിയില്ല. ഒരിക്കലും നമ്മളെ സഹായിക്കാനോ നമ്മുടെ പ്രാർത്ഥന കേൾക്കാനോ ദൈവത്തിന് കഴിയില്ല. എന്ത് ഭയങ്കരമാണ് പാപം അല്ലേ? ഈ കൂട്ടുകാരെ കളിയാക്കുന്നതും പാപമാണ്. മൈക്കിളിന് ഭയങ്കര സങ്കടമായി. മൈക്കിളിനെ കൂട്ടുകാർ കളിയാക്കിയപ്പം മൈക്കിൾ കരഞ്ഞു, ഓടി വീട്ടിൽ ചെന്ന് മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട. മുത്തശ്ശിയായിരുന്നു മൈക്കിളിനെ ആശ്വസിപ്പിക്കുന്നത്. മൈക്കിൾ പിന്നെയും എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. പല പല ഷേപ്പിലുള്ള നക്ഷത്രങ്ങളെ വരയ്ക്കാൻ തുടങ്ങി. പുതിയ പുതിയ കാര്യങ്ങൾ നക്ഷത്രങ്ങളെ കുറിച്ച് കണ്ടുപിടിക്കാൻ തുടങ്ങി. പുതിയ പുതിയ നക്ഷത്രങ്ങളെ വരയ്ക്കുന്നതും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതും എല്ലാം അവൻ അവന്റെ അമ്മയോടും അപ്പയോടും പറയുമായിരുന്നു. അമ്മയുടെ അടുത്ത് പോകുമ്പോ അമ്മ എന്ത് പറയൂന്നറിയോ? മൈക്കിളെ, നിനക്ക് എപ്പോഴും ഈ സ്റ്റാറിന്റെ കാര്യം മാത്രമേ ഉള്ളൂ, പോയിരുന്ന് പഠിക്കുക, എക്സാം വരുന്നു. മൈക്കിളിന് സങ്കടമാവും. അതൊന്നും നോക്കുപോലും ചെയ്യില്ല അമ്മ. പക്ഷെ പപ്പയെടുത്ത് ചെല്ലുമ്പോ, മോനെ പപ്പയ്ക്ക് സമയമില്ല, പപ്പയ്ക്ക് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ട്, മോൻ പൊക്കോ, പോയി അമ്മയോട് കാണിക്ക്. മൈക്കിളിന് ആകെ സങ്കടമായി. അവനെ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോഴൊക്കെ മുത്തശ്ശിയുടെ അടുത്താവാൻ പോകുന്നത്.
മുത്തശ്ശി കെട്ടിപ്പിടിക്കും, അവന് ഉമ്മ കൊടുക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആ ഒരു കാര്യം സംഭവിച്ചു. എന്താ അറിയോ മക്കളെ? മുത്തശ്ശി മരിച്ചുപോയി. അത് മൈക്കിളിനെ വല്ലാതെ എന്ത് ചെയ്തു? അഫക്റ്റ് ചെയ്തു. മൈക്കിൾ ഭയങ്കര സങ്കടത്തിലായി തീർന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ പിന്നീട് മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി എന്ന് പറയുന്നത് ലൂണ ഡോഗായിരുന്നു. അവൻ എവിടെ പോയാലും ലൂണ ഡോഗും കൂടെ കാണും. അവൻ ഏറ്റവും ജീവനായിരുന്നു ലൂണ ഡോഗ്. ഒരു ദിവസം ഈ മൈക്കിളും ലൂണ ഡോഗും കൂടെ നടക്കാനിറങ്ങി. അപ്പോൾ മൈക്കിളിന്റെ തോളിൽ അവൻ വരച്ച സ്റ്റാറിന്റെ പടമുള്ള പുസ്തകങ്ങളുണ്ട്, അവൻ വായിക്കുന്ന പുസ്തകങ്ങളുണ്ട്, മുത്തശ്ശി കൊടുത്ത ടെലിസ്കോപ്പ് ഉണ്ട്. എല്ലാം കൊണ്ടാണ് ലൂണയുടെ കൂടെ നടക്കാൻ ഇറങ്ങിയത്. അങ്ങനെ അവർ നടന്ന് പോകുമ്പോ പെട്ടെന്ന് ലൂണ ഡോഗിനെ കാണാതായി. അവൻ വിളിച്ചു, ലൂണ ലൂണ നീ എവിടെയാ? ഓടിവാ, എന്റെ അടുത്തേക്ക് ഓടിവാ, കമോൺ കമോൺ ലൂണ. അങ്ങനെ വിളിച്ചുകൊണ്ട് നടന്നുകൊണ്ടേയിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്നറിയാമോ? ലൂണയെ കാണാതായി. അവന് ഭയങ്കര വിഷമമായി. ലൂണ ഓടിവാ, ഞാനിവിടെ നിനക്കായി വെയിറ്റ് ചെയ്യുന്നു ലൂണ. അങ്ങനെ നടന്ന് മൈക്കിൾ കുറേ ദൂരം പിന്നിട്ടു. അവന്റെ വീട്ടിലേക്കുള്ള വഴി അവന് മനസ്സിലാവാതായി. അവിടെയൊക്കെ ഇരുട്ടായി. ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മൈക്കിൾ ആകാശം നോക്കിയപ്പോൾ ഒരു ബ്ലൂ സ്റ്റാർ കണ്ടു. അതിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് മൈക്കിളിന് തോന്നി. മൈക്കിൾ എന്ത് ചെയ്തെന്നറിയോ? ആ സ്റ്റാർ പോകുന്ന വഴിക്ക് തന്നെ മൈക്കിൾ നടന്നു. ഒരു മലയുടെ അടിവാരത്തില് മൈക്കിൾ എത്തിച്ചേർന്നു. അവിടെ നോക്കിയപ്പോൾ ഒരുപാട് ലൈറ്റ്സ് ഉണ്ട്, സ്റ്റാറുകളുണ്ട്, അവിടെ നല്ല മ്യൂസിക് വരുന്നു. മൈക്കിള് പെട്ടെന്ന് തന്നെ ഓടി മലയുടെ മുകളിൽ കയറി. അവിടെ ചെന്നപ്പോൾ മൈക്കിൾ കണ്ടത് അവിടെ ഒരു അങ്കിൾ നിന്ന് നക്ഷത്രങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. മൈക്കിൾ ഓടിച്ചെന്ന് ആ അങ്കിളിനോട് ചോദിച്ചു, അങ്കിള് നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആളാണോ? എനിക്കും നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഈ ബാഗ് നിറച്ചും ഞാൻ വരച്ച പടങ്ങളും ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളുമാണ്. എൻ്റെ മുത്തശ്ശിയായിരുന്നു എനിക്കിതൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ എൻ്റെ ഡോഗിനെ കാണാതായി, അവളെ അന്വേഷിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അങ്കിള് പറഞ്ഞു, മൈക്കിളെ, എൻ്റെ പേര് ജോൺ എന്നാണ്, ഞാനും ഒരു വാനനിരീക്ഷകനാണ്, എനിക്കും നക്ഷത്രങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാം. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികള് ക്രിസ്മസ് ആഘോഷിക്കാനാണ് കൂടിയിരിക്കുന്നത്. അവർക്ക് ക്ലാസ്സുകൾ എടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് അങ്കിള് അവർക്ക് കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് മൈക്കിളിനോട് ഒരു കാര്യം ചോദിച്ചു, മൈക്കിള്, നീ നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, ആരാണ് ഈ നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയെന്ന് അറിയാമോ? മൈക്കിള് അതിശയത്തോടെ അങ്കിളിന്റെ മുഖത്ത് നോക്കി. എന്നെയും നിന്നെ സൃഷ്ടിച്ച ദൈവമാണ് ഈ നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത്. നക്ഷത്രങ്ങൾ മാത്രമല്ല, ഈ ആകാശമണ്ഡലം മുഴുവനും, മരങ്ങൾ, മൃഗങ്ങൾ, ഈ ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത്. ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ പപ്പയും അമ്മയും നിന്നെ സ്നേഹിക്കുന്നതിനേക്കാളും, നിന്റെ പ്രിയപ്പെട്ടവരും നിന്നെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്നോടുകൂടെ ഇരിക്കാനും നിന്നെ സഹായിക്കാനും ദൈവം ആഗ്രഹിക്കുന്നു. മാത്രമല്ല, മൈക്കിളിന് സ്റ്റാറിനെ കുറിച്ച് പഠിക്കാനും ഒരു വാനനിരീക്ഷകനാകണമെന്ന് ആഗ്രഹമൊക്കെ ദൈവത്തിന് അറിയാം. അത് കേട്ടപ്പോൾ മൈക്കിളിന് ഭയങ്കര സന്തോഷമായി. എൻ്റെ അപ്പയും അമ്മയും എന്നെ മനസ്സിലാക്കിയില്ല, എൻ്റെ കൂട്ടുകാരെന്നെ ഒറ്റപ്പെടുത്തി, പക്ഷേ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ സന്തോഷം മൈക്കിളിനുണ്ടായി. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് അങ്കിള് പറഞ്ഞു, മൈക്കിളെ, ഞാനും നിന്റെ കൂടെ വരാം, ഞാനും കൂടെ നിന്നെ സഹായിക്കാം ലൂണയെ കണ്ടുപിടിക്കാൻ. അങ്ങനെ അവര് സന്തോഷത്തോടെ താഴോട്ട് ഇറങ്ങി അങ്കിളിന്റെ കയ്യിൽ ഒരു നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. അവര് ലൂണയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു. ഇലകളൊക്കെ മരത്തിന്ന് പാറി വരുന്നുണ്ടായിരുന്നു. ആ കാറ്റിനിടയ്ക്ക് അവര് നടന്ന് ലൂണ നീ എവിടെയാ, ലൂണ നീ എവിടെയാന്ന് മൈക്കിൾ വിളിക്കുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടേ ഇരുന്നു. ജോണെങ്കിലും മൈക്കിളും മുന്നോട്ട് നടക്കാനായിട്ട് തുടങ്ങി. ഭയങ്കര കാറ്റ് അപ്പോഴും അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വഴി ക്ലിയർ അല്ലായിരുന്നു. അപ്പോഴാണ് മൈക്കിൾ ഒരു കാര്യം പറഞ്ഞു, അങ്കിളെ, എനിക്കൊരു കാര്യം അറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്, ധ്രുവ നക്ഷത്രങ്ങൾ നമുക്ക് വഴികാട്ടുമെന്ന്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാവോ ധ്രുവ നക്ഷത്രങ്ങൾ എന്തൊക്കെയാണെന്ന്? പോളാരിസ് എന്ന് പറയും, അങ്ങനെയുള്ള സ്റ്റാർസിന് പോൾ സ്റ്റാർസ് എന്ന് പറയും. ഈ നക്ഷത്രം ഭൂമിയുടെ അച്ചുതണ്ടിന് വടക്ക് വശത്തായിട്ട് മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അത് വടക്കിലോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കും. പണ്ടത്തെ യാത്രക്കാരൊക്കെ ഈ നക്ഷത്രം നോക്കി യാത്ര ചെയ്തു എന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നു. ഈ നക്ഷത്രം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി നമ്മുടെ മൈക്കിളും ജോണെങ്കിലും യാത്ര തിരിച്ചു. ആ വടക്ക് വശത്തേക്ക് യാത്ര തിരിച്ചപ്പോ അവിടുന്ന് ഭയങ്കര ഒരു നിലവിളി കേട്ടു. എന്താണ് ആ നിലവിളി? കുറെ ആൾക്കാരുടെ ശബ്ദമാണല്ലോ. അവർ ശ്രദ്ധിച്ചു കേട്ടു. ആ വശത്തോട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ആ വശത്തോട്ട് എങ്ങനെ പോകും? ഭയങ്കര ഇരുട്ടാണല്ലോ. ജോണെങ്കിളിന്റെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചു. എന്നിട്ടും അവർക്ക് കാണുന്നില്ലായിരുന്നു. പക്ഷെ ആ ധ്രുവ നക്ഷത്രം കാണിച്ചു കൊടുത്ത ആ വെളിച്ചം വെച്ചിട്ട് ഇവര് മെല്ലെ മെല്ലെ പോയി ആ സൗണ്ട് കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ വരുന്നുണ്ട്
നിങ്ങൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നോ, എങ്കിലേ ഞങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇതാ വരുന്നു. അങ്ങനെ ജോണങ്കിളും മൈക്കിളും അവരുടെ അടുത്തെത്തി. എല്ലാവരും അടുത്തടുത്ത് നിന്നോ, ഭയങ്കര കാറ്റാണ്, നിങ്ങൾ വീഴാതിരിക്കണമെങ്കിൽ എല്ലാവരും കൂടെ നിന്നോ. അങ്ങനെ അടുപ്പിച്ച് നിന്ന് അവര് എല്ലാ ആൾക്കാരെയും മെല്ലെ മെല്ലെ നടത്തി ഗ്രാമത്തിന്റെ അടുത്തേക്ക് നടത്താനായിട്ട് തുടങ്ങി. അവരെയും രക്ഷിച്ചുകൊണ്ട് ഇവർ മുമ്പോട്ട് പോകുമ്പോൾ എന്തോ ഒരു ഒരു സാധനം മൈക്കിളിന്റെ അടുത്തേക്ക് വരുന്ന പോലെ മൈക്കിളിന് തോന്നി. മൈക്കിൾ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഇതെന്റെ ലൂണ ഡോഗ് ആണല്ലോ. ലൂണ ഓടി വന്ന് മൈക്കിളിന്റെ ദേഹത്ത് കയറി മൈക്കിളിനെ നക്കാൻ തുടങ്ങി. മൈക്കിളിനും സന്തോഷമായി, ലൂണയെ കെട്ടിപ്പിടിച്ചു. തുടർന്ന് ഒരു യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ ഗ്രാമത്തിനോട് അടുക്കാറായി പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാ ജോണങ്കിൾ പറഞ്ഞേ, മൈക്കിളെ, നിനക്കിപ്പോ സന്തോഷമായില്ലേ ലൂണയെ കിട്ടിയപ്പോ? എങ്ങനെയാ കിട്ടിയത്? ആ നക്ഷത്രത്തിന്റെ വെളിച്ചം അല്ലേ നിനക്ക് ലൂണയെ കാണിച്ചു തന്നത്? നിനക്കിപ്പോ സന്തോഷമായില്ലേ? ഇതുപോലെ നമ്മുടെ ജീവിതത്തില് ദൈവവചനമായിരിക്കണം നമ്മുടെ വഴികാട്ടി. നക്ഷത്രം നിനക്ക് വഴി കാണിച്ചു തന്ന പോലെ ദൈവവചനം നിന്റെ ജീവിതത്തിലൂടെ നീളം നിനക്ക് വഴി കാണിച്ചു തരും. അതിനെന്താ ചെയ്യേണ്ടത്? ദൈവവചനം വായിക്കണം, അത് അനുസരിക്കണം. അപ്പൊ ദൈവം മനസ്സിലാക്കും നീ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നു എന്ന് മനസ്സിലാക്കി ദൈവം കൂടെ ഇരുന്ന് നിന്നെ എപ്പോഴും സഹായിക്കും. നിന്റെ ശരിയായ വഴിയിലേക്ക് ദൈവം നയിക്കും. അത് കേട്ടപ്പോഴും മൈക്കിളിന് ഭയങ്കര അതിശയം തോന്നി. ശരിയാണല്ലോ, ഈ നക്ഷത്രം എപ്പോഴും എന്നെ വഴി നടത്താൻ ഉണ്ടാവില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം അനുസരിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ വചനം വായിച്ച് അതുപോലെ അനുസരിക്കുകയാണെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഇരിക്കും, എന്നെ സഹായിക്കും എന്ന് മൈക്കിളിന് ബോധ്യമായി. അങ്ങനെ അവർ ഗ്രാമത്തോട് അടുത്ത് തുടങ്ങി. ദൂരെ ലൈറ്റ്സ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് അടുക്കാറായപ്പോഴാണ് പെട്ടെന്നൊരു ഭയങ്കര സൗണ്ട് കേട്ടു. അവിടെ ഒരു മലയിടിച്ചിലുണ്ടായി. ആ മലയിടിച്ചിലുണ്ടായത് അവർ പോകുന്ന വഴിക്ക് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. ജോണങ്കിൾ ചിന്തിച്ചു, ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് ജോണങ്കിൾ തൻ്റെ കയ്യിലുള്ള നക്ഷത്ര മാപ്പിനെ കുറിച്ച് ഓർത്തത്. ഉടനെ തന്നെ ജോണങ്കിൾ നക്ഷത്ര മാപ്പ് എടുത്തു. ഫ്ലാഷ് ലൈറ്റിന്റെ സഹായത്തോടെ ജോണങ്കിളും മൈക്കിളും ഒരുമിച്ച് നോക്കിയപ്പോൾ അവർക്ക് ഈ ദുർഘട വഴിയിൽ കൂടിയാണെങ്കിലും സുരക്ഷിതമായിട്ട് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കുമെന്ന് മനസ്സിലായി. മാപ്പിന്റെ സഹായത്തോടെ എന്ത് പറ്റിയെന്നറിയോ മക്കളെ? അവരെല്ലാവരും സുരക്ഷിതമായിട്ട് ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഗ്രാമത്തിന് പുറത്തെത്തിയപ്പോൾ എന്താ കണ്ടേന്നറിയാമോ? മൈക്കിളിന് ഭയങ്കര സന്തോഷമായി. മൈക്കിളിന്റെ മാതാപിതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഗ്രാമവാസികളെല്ലാം മൈക്കിളിനെ അന്വേഷിച്ച് ആ ഗ്രാമത്തിൽ എത്തിയിരുന്നു. മൈക്കിൾ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. ജോണങ്കിളും ഓടിച്ചെന്ന് മൈക്കിളിന്റെ അമ്മയുടെയും പപ്പയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ജോണിന്റെ നക്ഷത്രത്തെ കുറിച്ചുള്ള അറിവാണ് ഈ ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്തിയത്. അത് കേട്ടതും മാതാപിതാക്കൾക്ക് അവർക്ക് കുറ്റബോധം തോന്നി. അവന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം ജോണിനെ അതിശയത്തോടെ നോക്കി. ഇത്രയും മിടുക്കനായിരുന്നു ജോൺ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അഭിമാനം തോന്നി. ആ സമയത്ത് ജോണങ്കിൾ ഒരു കാര്യം പറഞ്ഞു, മൈക്കിള് ഇത്രയും ആൾക്കാരെ രക്ഷിച്ചിവിടെ കൊണ്ടുവന്നതുപോലെ ദൈവം നമുക്ക് എന്നേക്കും ജീവരക്ഷ തരാൻ വേണ്ടിയിട്ട് തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. നിങ്ങൾക്ക് ക്രിസ്മസിനെ കുറിച്ചുള്ള കഥകളൊക്കെ അറിയാമായിരിക്കും. ഇത് ക്രിസ്മസ് സീസൺ ആണല്ലോ. പക്ഷെ ഈ യേശു കർത്താവ് മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചു 33 വർഷം. പക്ഷെ നമ്മളും യേശുവുമായിട്ടൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. യേശു തെറ്റ് ചെയ്യില്ലായിരുന്നു, പാവമില്ലാത്തവനായിരുന്നു. പക്ഷെ പാവമില്ലാത്ത യേശുവിനെ ചില ആൾക്കാർ ഉപദ്രവിച്ചു, കഷ്ടപ്പെടുത്തി. അവസാനം യേശു കർത്താവിനെ ക്രൂശിച്ചു. യേശു കർത്താവിന് വേണമെങ്കിൽ എതിർത്ത് നിൽക്കായിരുന്നു, അത്രയും ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി, ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. ഈ വേദപുസ്തകത്തിൽ പറയുന്നു, 1 കൊരിന്ത്യർ 15:3-4 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മക്കളെ, ഈ യേശു കർത്താവില് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും യേശു കർത്താവിന്റെ വെളിച്ചത്തിൽ നടക്കാനായിട്ട് പറ്റും. യേശു കർത്താവിന്റെ മക്കളായിട്ട് തീരാനായിട്ട് പറ്റും. അവൻ നിങ്ങളെ കൂടെ ഇരുന്ന് സഹായിക്കും. ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ജനങ്ങളും, രക്ഷപ്പെട്ടു വന്ന ജനങ്ങളും എല്ലാവരും എന്തെന്നറിയോ, അവിടെ മുട്ടുകുത്തി. മൈക്കിൾ സഹിതം മുട്ടുകുത്തി. മൈക്കിളിന് സങ്കടം വന്നു. ദൈവം അവന് കൊടുത്ത രക്ഷയെ ഓർത്ത് അവൻ ദൈവത്തെ സ്തുതിച്ചു. എല്ലാവരും യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു. മൈക്കിൾ ഒരു തീരുമാനം കൂടി എടുത്തു, ഇനി ഞാൻ ഈ നക്ഷത്രത്തെ പോലെ ഒരു വഴികാട്ടിയായിട്ട് തീരും. യേശു കർത്താവിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു വഴികാട്ടിയായിട്ട് ഞാൻ തീരുമെന്ന് മൈക്കിൾ തീരുമാനിച്ചു. ഓക്കെ മക്കളെ, ഞാനും നിങ്ങളും പാപം ചെയ്തു. നമ്മുടെ പാപത്തിനും കൂടെ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിച്ചത്. ദൈവം നമുക്ക് വേണ്ടി യേശുവിനെ അയച്ചതാണ്, നമ്മുടെ പാപത്തിൽ നിന്ന്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട്. ഈ യേശു കർത്താവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കും ഒരു ദൈവ പൈതലായിട്ട് തീരാനായിട്ട് കഴിയും. യോഹന്നാൻ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
ആൻറ്റി ഒന്ന് വായിക്കാം ആ വാക്യം. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ സ്വന്തം രക്ഷിതാവാണ്, യേശു കർത്താവിന്റെ സ്വന്തം രക്ഷിതാവാണെന്ന് അംഗീകരിക്കുക, അവനിൽ വിശ്വസിക്കുക. എന്താ വിശ്വസിക്കേണ്ടത്? യേശു കർത്താവ് എന്റെ പാപങ്ങൾക്ക് പകരമാണ് ആയിട്ടാണ് ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്, ഇന്നും ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുക. അങ്ങനെ ജീവിക്കുന്നവർക്ക് ആർക്കാണെങ്കിലും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ഈ യേശു കർത്താവില് വിശ്വസിക്കാൻ മക്കളെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതിനുള്ള അവസരമുണ്ട്. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കും ഒരു ദൈവ പൈതലായിട്ട് തീരാനായിട്ട് കഴിയും. എങ്ങനെയാണ് യേശുവിൽ വിശ്വസിക്കുന്നത്, എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതൊരു അത്ഭുതകരമായ യാത്രയായിരുന്നില്ലേ? അതെ, ഇത് യഥാർത്ഥ സാഹസിക യാത്രയായിരുന്നു. ഇത് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. മൈക്കിൾ നക്ഷത്രങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തി, ആകാശത്ത് തിരിഞ്ഞു. പക്ഷേ ഏതൊരു ഗാലക്സിയേക്കാളും വലിയൊരു കാര്യം അവൻ കണ്ടെത്തി. ഏറ്റവും വലിയ വെളിച്ചം അവൻ കണ്ടെത്തി, ലോകത്തിന്റെ വെളിച്ചമായ യേശു കർത്താവിനെ തന്നെ. ശരിയാണ്, മൈക്കിൾ പ്രകാശം വഹിക്കുന്ന ഒരു കുട്ടിയായി. ഒടുവിൽ അവന്റെ ഹൃദയം തേടിക്കൊണ്ടിരുന്നത് കണ്ടെത്തിയ ഒരു അന്വേഷണം. കുട്ടികളെ, ഞാൻ മുമ്പേ ചോദിച്ച കടങ്കഥ ഓർമ്മയുണ്ടോ? നമുക്കത് വീണ്ടും കേൾക്കാം. ഞാൻ ജ്വാലയില്ലാതെ പ്രകാശിക്കുന്നു, നിങ്ങൾക്ക് എന്നെ ഒരു പാത്രത്തിൽ സൂക്ഷിക്കാൻ കഴിയില്ല. ഞാൻ ഇരുട്ടിലൂടെ നിങ്ങളെ പ്രകാശം നൽകി നയിക്കുന്നു. ഞാനൊരു നക്ഷത്രമല്ല, പിന്നെ ഞാൻ ആരാണ്? ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാമോ? ആരാണ് ഊഹിച്ചത്? ദേ, ഉത്തരം യേശു ക്രിസ്തു. നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്ന വെളിച്ചമാണ് അവൻ. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ വെളിച്ചവും ഏറ്റവും വലിയ സമ്മാനവുമാണ്. ഞാൻ വളരെ രസകരമായ ഒരു കാര്യം പറയാം. നിങ്ങൾക്കറിയാമോ, ഭൂമിയിലെ മുഴുവൻ കടൽ തീരങ്ങളിലുമുള്ള മണൽത്തരികളെക്കാൾ അധികം നക്ഷത്രങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ. അതായത് ഇത്രയും. ഈ പൂജ്യങ്ങൾ എണ്ണാൻ പോലും കഴിയുന്നില്ല. കുട്ടികളെ, അതൊരു സെപ്റ്റില്യനാണ്. വാവ്, ദൈവം എത്ര അത്ഭുതവാനാണ്. അവൻ ഗ്രഹങ്ങളെയും ഗാലക്സികളെയും മറ്റു നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്കും നിങ്ങൾക്കും ഏറ്റവും വലിയ സമ്മാനമായി നൽകിയെന്നത് എത്ര വലിയ സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ ഈ യേശു ക്രിസ്തു നമ്മളുമായി ഒരു വ്യക്തിപരമായ ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നു. അത് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. മൈക്കിളിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ചില കൂട്ടുകാർക്ക് യേശു കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കണമെന്ന് ആഗ്രഹം തോന്നിയല്ലേ? എന്തിനാണ് നിങ്ങൾ യേശു കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നത്? ഒന്ന്, നിത്യപ്രകാശമായ യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ വരാൻ, നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ടിനെ മാറ്റിക്കളഞ്ഞ് അവിടെ വെളിച്ചം നിറയ്ക്കാൻ, നമ്മൾ യേശുവിൻ്റെ മക്കളായി തീരാൻ, നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടി. അതിനുവേണ്ടിയാണ് നമ്മൾ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നത്, അല്ലേ? എന്നാൽ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നതിൽ നമ്മളെ തടയുന്ന ഒരു കാര്യം എന്താണ്? അതെ, അത് പാപമാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പാപം ചെയ്തു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. എന്നാൽ നമ്മളെ രക്ഷിക്കാനായിട്ട് കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. നമുക്ക് വേണ്ടി യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഈ യേശു കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. യോഹന്നാൻ 1:12 പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ യേശു കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യേശുവിൻ്റെ ഒരു പൈതലായി തീരാം. യേശുവിൻ്റെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കാൻ സാധിക്കും. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പാപിയാണ് എന്ന് യേശു കർത്താവിനോട് സമ്മതിക്കുക. യേശു കർത്താവ് നിങ്ങളുടെ കൂടി പാപത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത് എന്ന് വിശ്വസിക്കുക. ഈ യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ദൈവ പൈതലായി തീരാൻ സാധിക്കും. ഇപ്പോൾ എന്നെ കേൾക്കുന്ന കൂട്ടുകാർ യേശു കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. അടച്ചിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കാമോ? പ്രിയ യേശു കർത്താവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ. എന്നാൽ യേശു കർത്താവിൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ അങ്ങയുടെ പൈതലാക്കി മാറ്റണമേ. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് ഹൃദയത്തിൽ വന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിച്ചാണ് പ്രാർത്ഥിച്ചെങ്കിൽ യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ 5ഉം 6ഉം വാക്യങ്ങളിൽ 2 വാഗ്ദാനങ്ങൾ ദൈവം നമുക്കുണ്ട് തരുന്നുണ്ട്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച കൂട്ടുകാർക്കുള്ള വാഗ്ദാനങ്ങളാണ്. അതിലൊന്ന് പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. രണ്ടാമത് യേശു നമുക്ക് തരുന്ന പ്രോമിസ്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും. യേശു കർത്താവ് എല്ലായ്പ്പോഴും നമ്മളോട് കൂടെയുണ്ട്. അവൻ നമ്മളെ കൈവിടുകയില്ല എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ 1ാമത്തെ വാഗ്ദത്തം. രണ്ടാമത്തെ കാര്യം, എന്തൊക്കെ നേരിടേണ്ടി വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. യേശു നമുക്ക് തുണയായിട്ടുണ്ടാവും.
എന്നാൽ ചില സമയത്ത് യേശു കർത്താവ് ഹൃദയത്തിൽ ഉള്ളപ്പോൾ തന്നെ നമുക്ക് പാപം ചെയ്യാനായിട്ടുള്ള പ്രേരണയുണ്ടാവും. ആ സമയത്ത് എന്താ ചെയ്യുന്നത്? 1 യോഹന്നാൻ 1:9 പറയുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിക്കും. നിങ്ങൾ യേശുവിൻ്റെ പൈതലായതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കണം. എന്നാൽ നിങ്ങൾ പാപം ചെയ്തു പോയാൽ ഉടനെ തന്നെ അത് യേശുവിനോട് ഏറ്റുപറയണം. അത് യേശു കർത്താവ് നമ്മളോട് ക്ഷമിക്കും. ഇപ്പോൾ യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച കൂട്ടുകാർ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഉണ്ട്, എന്നാൽ യേശുവിൽ നിങ്ങൾ വളരണമെന്നാണ് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. എങ്ങനെ യേശുവിൽ വളരാനായിട്ട് സാധിക്കുന്നത്? ഒന്ന്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പള്ളികളിലും സൺഡേ സ്കൂളിലും നിങ്ങൾ റെഗുലർ ആയിട്ട് പോവുക. അതിൽ കൂടി നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം കൂടുതൽ പഠിക്കാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇരുട്ടകറ്റുന്ന ഈ യേശു കർത്താവിനോട് എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം വായിക്കുക. മറ്റുള്ളവരുടെ യേശു കർത്താവിനെ കുറിച്ച് പറയുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് യേശു കർത്താവിൽ വളരാനായിട്ട് സാധിക്കും. ഇപ്രകാരം യേശുവിൽ വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രകാശിക്കുന്ന നക്ഷത്രത്തെ പോലെ മറ്റുള്ളവർക്ക് നന്മ കാണിച്ചു കൊടുക്കാൻ മൈക്കിളിനെ പോലെ നിങ്ങൾക്ക് സാധിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാം ക്രിസ്മസ് പാർട്ടി ക്ലബിൻ്റെ അവസാന സമയത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഒരു ഗെയിമിലേക്ക് കടന്നാലോ? ഗെയിമിൽ എന്നെ സഹായിക്കാനായിട്ട് റിൻ ടീച്ചർ വന്നിട്ടുണ്ട്. സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചില കാർഡുകൾ എടുക്കുന്ന റിൻ ടീച്ചറാണ്. എൻ്റെ പ്രത്യേകമായൊരു സഞ്ചിയുണ്ട്. ഇതിൻ്റെ അകത്ത് ചില നക്ഷത്രങ്ങളൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ചോദ്യം ചോദിക്കുമ്പോൾ ബോയ്സിനും ഗേൾസിനും ഉത്തരം പറയാം. 2 ടീമായിട്ട് ഞാൻ തിരിക്കാനായിട്ട് പോവുക. ബോയ്സിനെ നമുക്ക് ക്രിസ്മസ് ട്രീ ആക്കാം, ഗേൾസിനെ ക്രിസ്മസ് കേക്ക് ആക്കാം. അപ്പോൾ ആരാണ് ജയിക്കുന്നതെന്ന് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറേ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഓരോ സ്റ്റാറിനും ഓരോ കളറുണ്ട്. ഓരോ കളറിനും പ്രത്യേക പോയിന്റാണ്. നിങ്ങൾക്ക് റെഡ് കളറാണ് നിങ്ങൾക്ക് ലഭിക്കുകയെങ്കിൽ 1000 പോയിന്റ് ലഭിക്കും, 1000 പോയിന്റ് ലഭിക്കും. അതല്ല യെല്ലോയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ, മഞ്ഞ കളറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 500 പോയിന്റ് ലഭിക്കും. അതല്ല ബ്ലൂ കളറാണ് നിങ്ങൾ എടുക്കുന്ന സ്റ്റാർ എങ്കിൽ നിങ്ങൾക്ക് 250 പോയിന്റ്, 250 പോയിന്റ് ലഭിക്കും. അപ്പം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? ആർ യു റെഡി? നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്നോളും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ കഥയിലെ നായകൻ മൈക്കിളായിരുന്നു. അപ്പോൾ മൈക്കിളിന്റെ ആഗ്രഹം എന്തായിരുന്നു? യെസ്, വെരി ഗുഡ്. ബോയ്സ് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അവർ പറഞ്ഞ ഉത്തരം എന്നാ നിങ്ങൾ കേട്ടോ? ഗേൾസ് കേട്ടതോ? അവന് വലിയൊരു വാന നിരീക്ഷകനാവണമെന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി റെയിൻ ടീച്ചർ എടുക്കും. എടുത്തോ ടീച്ചറെ. ഓ, യെല്ലോ എത്ര പോയിന്റാണ്? 500 പോയിന്റ് ബോയ്സിന് ലഭിച്ചിരിക്കുകയാണ് ക്രിസ്മസ് ട്രീക്ക്. അടുത്ത ചോദ്യം ക്രിസ്മസ് കേക്കിനോടാണ്, ഗേൾസിനോടാണ് ചോദ്യം. അടുത്ത നിങ്ങളോടുള്ള ചോദ്യം, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത് എന്താണ്? യെസ്, നിങ്ങൾ പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. പാപമാണ് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത്. അപ്പോ ക്രിസ്മസ് കേക്ക് ടീമിന് വേണ്ടി റെൻ ടീച്ചർ എടുക്കുകയാണ്. റെഡ് 1000 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ് ക്രിസ്മസ് കേക്ക് ടീമിന്. മൂന്നാമത്തെ ചോദ്യം നിങ്ങളോടാണ്, ബോയ്സിനോടാണ്, ക്രിസ്മസ് ട്രീ ടീമിനോടാണ്. യേശു നമുക്ക് വേണ്ടി എന്തു ചെയ്തു? പറഞ്ഞോ. യെസ്, യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. വെരി ഗുഡ്. ബോയ്സ് ക്രിസ്മസ് ട്രീ റെഡ് സ്റ്റാർ എടുത്തിരിക്കുകയാണ്. അവർക്ക് ലഭിച്ചിരിക്കുകയാണ് 1000 പോയിന്റ്. അടുത്ത ചോദ്യം, ക്രിസ്മസിന്റെ യഥാർത്ഥ അർത്ഥം ജോണങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോ ആ ഗ്രാമവാസികളും മൈക്കിളും എന്തു ചെയ്തു? അറിയാം, പറഞ്ഞോ. യെസ്, നിങ്ങൾ പറഞ്ഞ ഉത്തരം കറക്റ്റാ. അവര് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് യേശുവിനെ അവരുടെ ഹൃദയത്തിലേക്ക് വിളിച്ചു. വെരി ഗുഡ്. ഗേൾസ് ടീമിന് ബ്ലൂ സ്റ്റാർ ലഭിച്ചിരിക്കുകയാണ്. അവർക്ക് 250 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം മൈക്കിളിന്റെ ആഗ്രഹം എന്തായിരുന്നു? യെസ്, മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് മാറണം. വെരി ഗുഡ്. വീണ്ടും യെല്ലോ സ്റ്റാർ എടുത്തിരിക്കുകയാണ്. 500 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ് ക്രിസ്മസ് ട്രീ ടീമിന്. അവസാനത്തെ ചോദ്യം ക്രിസ്മസ് കേക്ക് ടീമിനോടാണ്. ഇന്ന് നമ്മൾ പഠിച്ച വാക്യം എന്താണ്? നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. വെരി ഗുഡ്. വീണ്ടും ഒരെടുത്തിരിക്കുകയാണ് ബ്ലൂ സ്റ്റാർ, 250 പോയിന്റ്. രണ്ട് കൂട്ടരും വളരെ നന്നായിട്ട്, അല്ലേ ടീച്ചറെ?
വളരെ നന്നായിട്ട് അവര് ഗെയിം ചെയ്തു, ഒരു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ബോയ്സ് ടീമും ഗേൾസ് ടീമും തമ്മിലുള്ള ചെറിയ റിവ്യൂ ഗെയിം എങ്ങനെയുണ്ടായിരുന്നു? ആ നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്നത് ശരിക്കും രസകരമായിരുന്നു. 2 ടീമുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കുട്ടികളെ, മിസ്റ്ററി ബോക്സിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാം. ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് സ്റ്റാറിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പഠിച്ചല്ലേ. ഇനി നമുക്ക് സ്റ്റാറിനെ കുറിച്ച് ഒരു ക്രാഫ്റ്റ് ചെയ്താലോ? ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ഷീറ്റ്, സ്റ്റാറുകൾ അടങ്ങിയ ഈ ഒരു ഷീറ്റാണ്. ഇത് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ കയറി നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്റ്റാർ പ്രിന്റ് എടുത്തതിന് ശേഷം ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാവരും സ്റ്റാറുകൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ സ്കെച്ച് പെൻ കൊണ്ടോ കളർ പെൻസിൽ കൊണ്ടോ ഇതിന് കളർ ചെയ്യാം. അതിനുശേഷം ഓരോ സ്റ്റാറിനെയും ഇതുപോലെ ഹാഫായിട്ട് മടക്കണം. 6 സ്റ്റാർസും ഇതുപോലെ നമ്മൾ ഹാഫായിട്ട് മടക്കണം. മടക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ 2 സ്റ്റാർസ് എടുത്തിട്ട് ഒരുമിച്ച് വെച്ച് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ 2 സ്റ്റാറുകൾ ഒരുമിച്ച് ഒട്ടിക്കണം, 2 സൈഡുകൾ ഒരുമിച്ച്. അതേപോലെ തന്നെ 6 സ്റ്റാറുകളും ഒരുമിച്ച് നമ്മൾ ഒട്ടിക്കണം. ഇപ്പൊ നമ്മൾ 6 സ്റ്റാർ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനിയും ഏറ്റവും എൻഡിലുള്ള 2 സ്റ്റാറും കൂടെ ഒരുമിച്ച് ഒട്ടിക്കണം. വളരെ ഭംഗിയുള്ള ഒരു സ്റ്റാർ നമുക്കിപ്പോൾ കിട്ടി. ഇതുപോലെ ഈ ക്രാഫ്റ്റ് എല്ലാവരും ഒന്ന് നന്നായിട്ട് ചെയ്ത് നോക്കണേ. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു. യേശുവിന് വേണ്ടി നമുക്കും പ്രകാശിക്കാൻ കഴിയും എന്ന് ഓർമ്മിപ്പിക്കാൻ നമുക്കും സ്വന്തമായ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയാലോ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ യാത്ര മനോഹരമായിരുന്നു. ഇന്ന് നിങ്ങൾ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വെളിച്ചം കണ്ടെത്തി, യേശു. ഞങ്ങളിനി ഒറ്റയ്ക്കല്ല, യഥാർത്ഥ വെളിച്ചമായ യേശു ഞങ്ങളോടൊപ്പം ഉണ്ട്. അതിനാൽ എപ്പോഴും ഓർക്കുക, നിങ്ങൾ ദൈവത്തിന്റെ തിളങ്ങുന്ന നക്ഷത്രമാണ്. ശോഭയുള്ള, പ്രിയപ്പെട്ട, ലക്ഷ്യബോധമുള്ള നക്ഷത്രങ്ങൾ. ഞങ്ങൾക്കിത് നക്ഷത്രത്തെ പോലെ തിളക്കമുള്ളൊരു ദിവസമായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വർഷത്തെ ക്രിസ്മസ് പാർട്ടി ക്ലബ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ക്രിസ്മസ് പാർട്ടി ക്ലബ്ബായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ കൂടുവാൻ ഞങ്ങൾ സഹായിച്ചുകൊണ്ട് അതിനോട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമുകളൊക്കെ കേട്ട എല്ലാ കുഞ്ഞുങ്ങളുടെ അരങ്ങത്തരുന്നു. അവരെ കർത്താവെ ഞങ്ങളുടെ കൃപയാലം നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി കർത്താവ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ദൈവിക സമാധാനവും സ്നേഹമൊക്കെയും കർത്താവെ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കുവാനും അനേക കുഞ്ഞുങ്ങളുടെ മുമ്പായി കർത്താവ് അത് പ്രദർശിപ്പിക്കുവാനും കർത്താവ് ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥനയോട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓ, ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടു. എനിക്കും. കൂട്ടുകാരെ, നിങ്ങൾക്കും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളോടൊപ്പം ഈ സാഹസയാത്രയിലേക്ക് ഭാഗമായതിന് നന്ദി. യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. നമ്മൾ അവന്റെ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. നിങ്ങൾ പോകുന്നിടത്തെല്ലാം യേശുവിനായി പ്രകാശിച്ചുകൊണ്ടിരിക്കണം.